നമസ്കാരം അനിലേട്ടാ. നമസ്തേ നമസ്തേ. അനിലേട്ടാ, നമ്മുടെ ഈ ജഡ്ജിമാരെ നിയമിക്കുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് അങ്ങേക്കറിയാലോ, അഭിഭാഷകൻ കൂടിയായ അങ്ങേക്ക് അതിനെക്കുറിച്ച് അറിവുള്ളതാണല്ലോ. ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെയൊക്കെ നിയമനം കൊളീജിയമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ സംവിധാനം മാറണം എന്ന് സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. ഇപ്പോൾ ഇതാ പുതുതായിട്ടൊരു നിലപാട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജഡ്ജിമാരുടെ നിയമനത്തിൽ. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതൊന്ന് വിവരിക്കാമോ? ഈ എല്ലാ കാലത്തും ഭാരതത്തിന്റെ ജുഡീഷ്യറി ഈ ഭാരതത്തിന്റെ എല്ലാവിധമായ വളർച്ചയ്ക്ക് സഹായകമായി പ്രവർത്തിച്ചിട്ടുള്ള ഏജൻസിയാണ്. നമുക്കറിയാം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ജുഡീഷ്യറി. ഭാരതത്തിന്റെ ജുഡീഷ്യറി ലോക നിലവാരമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ എല്ലാ കാലത്തും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിനകത്തുള്ള സുതാര്യതയില്ലായ്മയെ പറ്റിയുള്ള ചർച്ചകളാണ് എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ മാനദണ്ഡം എന്താണെന്നോ ഒന്നും തന്നെ പൊതുജനങ്ങൾക്കോ പൊതുസമൂഹത്തിനോ അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത്, ഈ നിയമനങ്ങളിലെ മഹാഭൂരിപക്ഷവും ചില കുടുംബങ്ങളിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്നും ഒരു പരാതി ഈ ഭാരതത്തിന്റെ ജുഡീഷ്യറിയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. ഈ കൊളീജിയം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ആ സമിതിയുടെ പേര്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഒരിടത്ത് പോലും ഈ കൊളീജിയം എന്ന് പറയുന്ന വാക്കില്ല. ശ്രദ്ധിക്കേണ്ടതാണ്. കൊളീജിയം എന്ന് പറയുന്ന വാക്ക് ഭാരതത്തിന്റെ ഭരണഘടനയിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ അധികാര കാലത്ത് എടുത്തിട്ടുള്ള ചില നടപടികളാണ് ഭാരതത്തിന്റെ ജുഡീഷ്യറിയിൽ ഇപ്രകാരം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആൾക്കാരെ നിയമിക്കുക, സ്ഥലം മാറ്റുക, പ്രമോഷൻ കൊടുക്കാതിരിക്കുക, പ്രമോഷൻ കൊടുക്കുക തുടങ്ങിയ ധാരാളം ഉദാഹരണങ്ങൾ ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിരവധിയായ തർക്കങ്ങളും ചില സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ ഇന്ദിരാഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജി പോലും വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ അവസ്ഥയിലെ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വന്നതിന്റെ പിറകില് ഏകദേശം ഒരു 4ഓളം കേസുകള് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ പരമാധികാര കോടതിയായ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. 1981 ആദ്യത്തെ ജഡ്ജി കേസ് ഉണ്ടായത്. അതിനുശേഷം 1993 1998 ഉണ്ടായി. 93 ഈ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് തുടക്കം കുറിച്ചത്. 2 അംഗങ്ങൾ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഒരു മുതിർന്ന ജഡ്ജിയും ചേർന്ന 2 അംഗങ്ങളായിരുന്നു ആദ്യകാലത്ത് കൊളീജിയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം 98 ആയപ്പോഴേക്ക് കൊളീജിയത്തിലെ അംഗങ്ങളുടെ എണ്ണം 5 മാറി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഏറ്റവും മുതിർന്ന സീനിയറായ 4 ജഡ്ജിമാരും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് കൊളീജിയം. അവരാണ് തീരുമാനിക്കുന്നത് ഭാരതത്തിന്റെ ഹൈക്കോടതികളിൽ ആരായിരിക്കണം ജഡ്ജിമാരായി വരേണ്ടത്, സുപ്രീം കോടതിയിൽ ആരാണ് ജഡ്ജിമാരായി വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ കൊളീജിയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? കൊളീജിയം ഒരാളിനെ ശുപാർശ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാളെ ജഡ്ജിയായി നിയമിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളിലെ സുതാര്യത ഇല്ലായ്മയാണ് ഈ കാലം അത്രയും ഈ ഭാരതത്തിന്റെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പരിമിതിയെ മറികടക്കാൻ വേണ്ടി, ജുഡീഷ്യൽ നിയമനം കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയും കൂടുതൽ ആൾക്കാർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടി, ഞാനത് പറയാൻ കാര്യം കൂടുതൽ ആൾക്കാർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു കൽക്കട്ട കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഏജൻസി നടത്തിയിട്ടുള്ള ഒരു കണക്കുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, വർഷം ഞാൻ മറന്നുപോയി. അവര് നടത്തിയൊരു സർവേ അനുസരിച്ച് ഭാരതത്തിലെ ഏകദേശം ഒരു 10-200 കുടുംബങ്ങളിലെ അംഗങ്ങൾ മാത്രമേ ആ കാലയളവ് വരെ ഭാരതത്തിലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജി പദവി വഹിച്ചിട്ടുള്ളൂ. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ആസ്പെക്ട് ആണ്. നമുക്ക് നിരവധി ഉദാഹരണങ്ങള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ നമുക്കറിയാവുന്ന എത്രയോ ജഡ്ജിമാര്, അവരുടെ ബന്ധുത്വം, ഇപ്പോഴും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ചില മിടുക്കന്മാരായ ജഡ്ജിമാരുണ്ട്. അവരൊന്നും മോശക്കാരല്ല. കുടുംബ പശ്ചാത്തലത്തിൽ കയറി വന്നു എന്നുള്ള കാരണത്താൽ അവരൊന്നും അയോഗ്യരല്ല. പക്ഷേ അവരുടെ പിതാക്കന്മാര് ജഡ്ജിമാരായിരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പലരുടെയും പിതാക്കന്മാര് ജഡ്ജിമാരായിരുന്നു. ഇപ്പോഴിരിക്കുന്ന പല ജഡ്ജിമാരുടെയും പിതാക്കന്മാരോ അമ്മാവന്മാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ഒക്കെ തന്നെ മുൻ ജഡ്ജിമാരാണ്.
അതാണ് സാധാരണ ജനങ്ങളിലേക്കും ജുഡീഷ്യറിയിലേക്കുമുള്ള ഒരു സംശയത്തിന്റെ മുന ചൂണ്ടുന്നത്. പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും. കാര്യം അതാണ്. ഞാൻ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ജനാധിപത്യ സംവിധാനം, ഭരണഘടന ഒക്കെ നിലവിൽ വന്നു. അപ്പോൾ അന്ന് തൊട്ട് ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമിതിയുടെയോ ഒരു സംവിധാനത്തിൻ്റെയോ ഭാഗമായിട്ടാണോ, അതോ മറ്റേതെങ്കിലും മാർഗം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അതിന് പിന്തുടർന്നിരുന്നോ? എന്താണ്? ഭാരതത്തിന്റെ ഭരണഘടന രൂപീകൃതമായതിനു ശേഷം എപ്രകാരമാണ് ജഡ്ജിമാരെ നിയമിക്കേണ്ടതിനെ പറ്റി നമ്മുടെ ആർട്ടിക്കിളുകളിൽ, ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഏകദേശം 124 മുതൽ 147 വരെയും 217 ആർട്ടിക്കിളുകളാണ് ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള വിശദീകരിക്കുന്നത്. അതനുസരിച്ച് രാഷ്ട്രപതിയാണ് ഭാരതത്തിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതാണ് പ്രത്യേകത. ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത്ര മാത്രമേ ഭരണഘടനയിലുള്ളൂ. ഹൈക്കോടതിയിലെ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നതെന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തർക്കങ്ങളുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ കാലമായപ്പോഴേക്കും ഈ രാഷ്ട്രപതിയൊക്കെ നോക്കിക്കുത്തികളാക്കിക്കൊണ്ട് ഇവർ അധികാരം കയ്യിലെടുത്ത കാലത്താണ് ഈ തർക്കങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കൊളീജിയം എന്ന് പറഞ്ഞ സിസ്റ്റം വന്നത്. 2014 നമ്മുടെ 99 ഭരണഘടനാ ഭേദഗതി പ്രകാരം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം രാജ്യത്ത് നിലവിൽ വരാൻ വേണ്ടി പാർലമെന്റും രാജ്യസഭയും, അല്ലെങ്കിൽ ലോക്സഭയും രാജ്യസഭയും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഐക്യകണ്ഠേനയായിരുന്നു ആ നിയമം പാസ്സാക്കിയത്. എല്ലാവരോടും ഒത്തുചേർന്നുകൊണ്ട് നാഷണൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ആ നിയമം പാസ്സാക്കി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2015 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ കേസ് വന്നു. ആ കേസിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ 99 ഭരണഘടനാ ഭേദഗതി ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് ഇല്ലായ്മ ചെയ്തത്. നമുക്കറിയാം, കുറച്ചു നാളിന് മുമ്പ് നമ്മുടെ നിയമമന്ത്രിയായിരുന്ന റിജ്ജു ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ വളരെ വ്യക്തമായി ഇറക്കിയിരുന്നു. അതെ, കിരൺ റിജ്ജു. നമ്മൾ ഒരു കാര്യം കൂടി എന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 2015 ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ കേസുണ്ടായ സമയത്ത് മാത്യു നെടുമ്പാറ എന്ന് പറയുന്ന മലയാളിയായ ഒരു അഭിഭാഷകന് ഇതുമായി ബന്ധപ്പെട്ട ചില സർവേകൾ നടത്തിയുണ്ടായി. അദ്ദേഹത്തിന്റെ സർവേ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഹൈക്കോടതികളിലെ 50% ജഡ്ജിമാരും അവരുടെ ബന്ധുബലത്തിന്റെ സ്വാധീനത്താൽ കയറിപ്പറ്റിയ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലുള്ള ഏകദേശം 33%, 2015 കണക്കാണ്, 33% ജഡ്ജിമാരും അവരുടെ ബന്ധുക്കൾ നേരത്തെ ജഡ്ജിമാരായിരുന്നവരാണ് എന്നുള്ള കണക്ക് ഈ മാത്യു നെടുമ്പാറ സുപ്രീം കോടതിയിലെ ആ കേസ് സമയത്ത് ഉന്നയിച്ചിരുന്നു. അതാണ് ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ചോദിക്കാൻ വന്നത്, ഈ സംവിധാനത്തിന് ഒരു മാറ്റം വരുത്താനാണോ ഇപ്പം സുപ്രീം കോടതിയുടെ ഉദ്ദേശം? ഇത് ഏതെങ്കിലും വിധത്തിൽ പ്രത്യേക ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടുന്ന ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ സമിതി, അതിന് അവരുടെ പ്രവർത്തന പരിചയം, അവരുടെ അറിവ്, ഈ നിയമ വിഷയങ്ങളിലുള്ള അവരുടെ പരിജ്ഞാനം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനാണോ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിലൊന്ന് വ്യക്തത വരുത്താം? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ പത്രവാർത്തകൾ അനുസരിച്ചുകൊണ്ട് ഈ കൊളീജിയം സിസ്റ്റം ഇല്ലാതാവാനുള്ള സാധ്യതയൊന്നും ആ പത്രവാർത്തകളിൽ കൂടി കാണാൻ സാധിക്കുന്നില്ല. ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം, ഏതെങ്കിലും ഒരാളെ പരിഗണിക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ അതിനെ കൂടുതൽ പോസിറ്റീവായി എടുക്കേണ്ട എന്നുള്ളതാണ് ഈ സുപ്രീം കോടതിയുടെ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊളീജിയം സിസ്റ്റം ഇല്ലാതാകുന്നില്ല. ഏതെങ്കിലും ഒരാളെ പരിഗണിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളായിട്ടുള്ള മുൻ ജഡ്ജിമാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സൂക്ഷ്മമായ രീതിയിൽ പരിശോധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരു അഭിഭാഷകന്റെ അച്ഛൻ മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന് അയോഗ്യത കൊടുക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാർക്ക് കൂടി ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടാനും ഈ ജുഡീഷ്യറിയെ പറ്റിയുള്ള ഈ ഒരു വിമർശനം ഒഴിവാക്കാനുമുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുതിയ തീരുമാനം കോടതിയിൽ നിന്ന്, പരമോന്നത കോടതിയിൽ നിന്ന് തന്നെ വരട്ടെ. നമുക്കത് സ്വാഗതം ചെയ്യാം. എന്തായാലും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് ജുഡീഷ്യറി, അതിൽ സംശയമില്ല. ഇന്നും നമ്മുടെ സാധാരണക്കാരൻ്റെ അവസാന ആശ്രയം കോടതികളാണ്, കോടതികളിൽ നിന്നുള്ള വിധികളാണ്. ചരിത്രപരമായ ഒട്ടേറെ വിധികൾ സ്വതന്ത്ര ഇന്ത്യ കണ്ടു.
നമുക്കതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഈ സുപ്രീം കോടതിയുടെ പുതിയ നീക്കത്തെ കാണാം, അത് സ്വാഗതം ചെയ്യാം. കേന്ദ്ര സർക്കാരും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി അങ്ങ് പറഞ്ഞതുപോലെ ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ അങ്ങേയറ്റം സുതാര്യത ഉറപ്പുവരുത്തട്ടെ. അത് ലോകത്തിന് മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ കരുതാം. അതെ, തീർച്ചയായും. നന്ദി.